തൃശ്ശൂരം വരുന്നേ എന്നറിഞ്ഞതോടെ കുരുട്ട് പാകിസ്ഥാനികൾക്ക് മുട്ടിടി വാട്ടർ സപ്ലൈയും ആരംഭിച്ചിട്ടുണ്ട്. സദേൺ എയർ കമാൻഡിൽ നിന്നുള്ള വീരന്മാർ വരികയാണ് സിർക്രിക്കിലേക്ക്. അവിടെ കുറേ സ്ഥലം കെട്ടിത്തിരിച്ചിട്ടുണ്ട് അവർക്കായി. അതിനിപ്പുറത്തേക്ക് ഒരു ആയുധ ലക്ഷ്യവും കടന്നെത്തരുത്. അപ്പുറത്തേക്ക് പാക് അതിർത്തിയിൽ എത്ര വേണമെങ്കിലും പരീക്ഷണമാകാമെന്നാണ് ഇന്ത്യയുടെ സംയുക്ത സേനാ മേധാവിയുടെ നിർദ്ദേശം. അതവർ കൃത്യമായി നടപ്പാക്കിയുമിരിക്കും. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ഇന്ത്യയുടെ അടുത്ത സൈനിക കരുത്ത് തെളിയിക്കലാകും തൃശ്ശൂർ അഭ്യാസം. അതെ, ഇന്ത്യ സിർക്രിക്കിനടുത്ത് സംയുക്ത സൈനിക അഭ്യാസം പ്രഖ്യാപിച്ചതിന് പിന്നാലെ വ്യോമാതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കി നെട്ടോട്ടമോടുകയാണ് പാകിസ്ഥാൻ. മധ്യ തെക്കൻ വ്യോമപാതയിൽ ജാഗ്രതാ നിർദ്ദേശവും പാകിസ്ഥാൻ പുറപ്പെടുവിച്ചു കഴിഞ്ഞു. ഈ മാസം 28, 29 തീയതികളിലാണ് വൈമാനികർക്കായി പാകിസ്ഥാൻ നോട്ടാം പ്രഖ്യാപിച്ചത്. അതിർത്തിയിലെ ഇന്ത്യയുടെ നടപടി കേവലം ഒരു സൈനിക അഭ്യാസം മാത്രമായിരിക്കില്ല, മറിച്ച് തൃശ്ശൂർ ഒരു ആയുധ പരീക്ഷണം കൂടിയാകാമെന്ന് പാകിസ്ഥാന് നന്നായി അറിയാം. പാക് അതിർത്തിക്കരികെ ഒക്ടോബർ 30 മുതൽ നവംബർ 10 വരെയാണ് സംയുക്ത സേനാഭ്യാസത്തിന് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഇന്ത്യ നേരത്തെ തന്നെ നോട്ടാം പ്രഖ്യാപിച്ചിരുന്നു. ഗുജറാത്തിനും പാകിസ്ഥാനിലെ സിന്ധിനും ഇടയിലുള്ള ജനവാസമില്ലാത്ത ചതുപ്പ് പ്രദേശമാണ് സിർക്രിക്ക്. 96 കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ അഴിമുഖ പ്രദേശം അതീവ തന്ത്രപ്രധാന മേഖലയാണ് ഇന്ത്യക്കും പാകിസ്ഥാനും. ഈ പ്രദേശത്ത് പാകിസ്ഥാൻ തങ്ങളുടെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചുവെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ഇന്ത്യ ഇവിടെ സൈനിക അഭ്യാസത്തിനായി തിരഞ്ഞെടുത്തത്. 28,000 അടിയോളം വ്യോമമേഖലയാണ് തൃശ്ശൂരിനായി ഇന്ത്യ വേർതിരിച്ചിരിക്കുന്നത്. സമീപകാലത്ത് ഇന്ത്യ നടത്തുന്ന ഏറ്റവും വലിയ സംയുക്ത സൈനിക അഭ്യാസവും തൃശ്ശൂർ തന്നെയാകുമെന്നും വിലയിരുത്തലുണ്ട്. സദേൺ കമാൻഡിൽ നിന്നുള്ള സംഘങ്ങളാകും തൃശ്ശൂരിൽ പ്രധാനമായും പങ്കെടുക്കുക. ദക്ഷിണ വ്യോമ കമാൻഡും ദക്ഷിണ പ്രദേശത്തെ കര നാവിക വിഭാഗങ്ങളുമൊക്കെ ഇതിൽ പങ്കെടുക്കുമെന്ന് റിപ്പോർട്ടുണ്ട്. സൈനികാഭ്യാസത്തിൽ അസാധാരണമായി ഒന്നുമില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കുമ്പോഴും വ്യോമമേഖലയിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി നിരീക്ഷിക്കാനാണ് പാകിസ്ഥാന്റെ നീക്കം. അതേസമയം സിർക്രിക്കിൽ പാകിസ്ഥാൻ എന്തെങ്കിലും ഒരു സാഹസത്തിന് മുതിർന്നാൽ വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രഖ്യാപിച്ച ആഴ്ചകൾക്കപ്പുറമാണ് ഇവിടുത്തെ സൈനികാഭ്യാസം എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. ദസറ ആഘോഷങ്ങൾക്കിടെയായിരുന്നു പ്രതിരോധ മന്ത്രി പാകിസ്ഥാനെ മുന്നറിയിപ്പ് നൽകിയത്. അപ്പോഴേക്കും സിർക്രിക്കിൽ പാകിസ്ഥാൻ അസാധാരണമായ വിധത്തിൽ സൈനിക വിന്യാസം നടത്തുന്നതായി ഇന്ത്യൻ ഇന്റലിജൻസ് വിഭാഗത്തിന് സൂചനകൾ ലഭിച്ചിരുന്നു. ഇതോടെയാണ് തങ്ങളുടെ ശക്തിയും കരുത്തും ഒന്ന് പാകിസ്ഥാനെ കാട്ടിക്കൊടുക്കാൻ സിർക്രിക്കിലേക്ക് സദേൺ കമാൻഡിലെ സേനകളൊക്കെ നീങ്ങുന്നത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വിളിച്ച ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച